ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മീറ്റിംഗ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് കുട്ടമലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സഹോദരൻ ഗോഡ്സൺ PS അവർകളാണ്. പ്രിയ കർത്താസനെ പ്രത്യേകാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ഇന്ന് ആലപിക്കുന്നത് സഹോദരൻ എസെക്കിയേൽ കർത്താസൻ എസെക്കിയേൽ അവർകൾ, അതുപോലെ പ്രിയ ജാനിസ് മോൾ, എയർപോർട്ട് സഭാംഗമായ ജയൻ സഹോദരൻ, ഈ പ്രിയപ്പെട്ടവരെയും കർത്താനാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ നിലമ്പൂരിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ടിജിമോൻ ചാക്കോ അവർകൾ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കർത്താസിനെ പ്രത്യേകാൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കർത്താസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. അതിനായിട്ട് പ്രിയ കർത്താസനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയത്ത് ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരുവാനും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ഒരു മുഖാന്തരം കൂടി കർത്താവ് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചു. അതിനുശേഷം കർത്താവെ ഈ നിലയിൽ ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കർത്താവെ അവിടുത്തെ വചനം പഠിക്കുക എന്നുള്ള വലിയ താല്പര്യത്തോടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ഇന്ന് വൈകുന്നേര സമയത്ത് ഞങ്ങൾ അവിടുത്തെ ആലോചന ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ, പോരായ്മകളെ നികത്തി ഞങ്ങളുടെ ആത്മമണവാളന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുമേലും അവിടുത്തെ നിയന്ത്രണമുള്ളത് കൊണ്ട് നന്ദി പറയുന്നു. പാടുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണം. അവിടുത്തെ വചനം കർത്താവെ സംസാരിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട ഭൃത്യനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയ ദൈവകൃപയോടുകൂടി ഒട്ടും മറച്ചു വെക്കാതെ പറയുവാനുള്ള എല്ലാ സന്ദേശവും ഈ രാത്രികാലം അവിടുത്തെ ദാസനിൽ നൽകി ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും തിരുസന്നിധിയിൽ താഴ്ത്തുന്നു. കടന്നു വന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. വരുവാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരണം. ആദ്യോടന്തം അവിടുത്തെ നിയന്ത്രണം നൽകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവമഹത്വെടുത്താട്ടെ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു ബ്രദർ ടിജിമോൻ ചാക്കോ. ഇനിയുള്ള അല്പസമയം നമുക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആസ്വദിക്കാനുള്ള സമയമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ നേരത്തെ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഏറ്റുപാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായിട്ടിപ്പോൾ പ്രിയ ജാനിസ് മോള് മുന്നോട്ട് കടന്നു വന്ന് ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം എസെക്കിയേൽ സഹോദരൻ മറ്റൊരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് ജയൻ സഹോദരൻ ഒരു ഗാനം ആലപിച്ച് ഗാന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. അതിനുശേഷം പ്രിയ കർത്താസൻ നമ്മോട് ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. ജീവൻ തന്ന എന്നെ രക്ഷിച്ചതെന്ത
എന്നേശുനാഥൻ തൻ ജീവൻ തന്ന എന്നെ രക്ഷിച്ചതെന്തത്ഭുതം, എന്നെ രക്ഷിച്ചതെന്തത്ഭുതം. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. ഈ മരുയാത്രയിൽ മതിയായതെല്ലാം തന്നു നീ എന്നെ നടത്തിടുന്നു. ഈ മരുയാത്രയിൽ മതിയായതെല്ലാം തന്നു നീ എന്നെ നടത്തിടുന്നു. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. സർവവും ചമച്ചതെന്റെ ദൈവം, സകലവും ഭരിക്കുന്നതെന്നാകും. സർവവും ചമച്ചതെന്റെ ദൈവം, സകലവും ഭരിക്കുന്നതെന്നാകും. സ്തുതി ബഹുമാനവും മഹത്വവുമായിതാ സർവേശ്വരാ നിന്നെ വണങ്ങിടും ഞാൻ. സ്തുതി ബഹുമാനവും മഹത്വവുമായിതാ സർവേശ്വരാ നിന്നെ വണങ്ങിടും ഞാൻ. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി.
അതിമഹത്തായൊരു പ്രതിഫലം നീ, അവനിലെന്നുമെൻ പരിചയം നീ. അതിമഹത്തായൊരു പ്രതിഫലം നീ, അവനിലെന്നുമെൻ പരിചയം നീ. അരികിലിരുന്നെന്നും സാന്ത്വനമേകി അകതാരിലടിയനു ബലമരുളി. അരികിലിരുന്നെന്നും സാന്ത്വനമേകി അകതാരിലടിയനു ബലമരുളി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. യാചിക്കും മുൻപേ ദാസരുടെ ആവശ്യമേതൻ അറിഞ്ഞിടുന്ന. യാചിക്കും മുൻപേ ദാസരുടെ ആവശ്യമേതൻ അറിഞ്ഞിടുന്ന. സ്വർഗപിതാവിൻ ഗീതം അറിഞ്ഞൊരുങ്ങാതെ നിൻ ജീവിതം വ്യർത്ഥമായി പോകരുതേ. സ്വർഗപിതാവിൻ ഗീതം അറിഞ്ഞൊരുങ്ങാതെ നിൻ ജീവിതം വ്യർത്ഥമായി പോകരുതേ. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. ഈ മരുയാത്രയിൽ മതിയായതെല്ലാം തന്നു നീ എന്നെ നടത്തിടുന്നു. ഈ മരുയാത്രയിൽ മതിയായതെല്ലാം തന്നു നീ എന്നെ നടത്തിടുന്നു. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. അത്ഭുതകരമായി അതിശയകരമായി അറിയാത്ത വഴികളിൽ നീ നടത്തി. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തുല്യനൻ പ്രിയൻ എൻ്റെ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും
യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി. നിൻ മാർവിടം എന്നാശ്രയം എൻ യേശു കർത്താവേ. എൻ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ യേശു അല്ലാതെ നമുക്ക് ഈ പാരിൽ ആശ്രയിപ്പാൻ, നമുക്ക് ചാരാൻ വേറെ ആരുമില്ല. ആ യേശു മാത്രമാണ് നമ്മെ പരിപാലിക്കുന്നത്, നമ്മെ കരുതുന്നത്. വളരെ നമ്മെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായ വരികളുള്ള ഗാനങ്ങളാണ് ഇപ്പോൾ നാം പാടിക്കേട്ടത്. ഈ ഗാനങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം വരുന്ന ആളുകൾ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനവധി അവസരങ്ങൾ നാം മഹത്വത്തിനായിട്ട് പാടുവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. നേരത്തെ ഓർപ്പിച്ചതുപോലെ കർദാസൻ ഗോഡ്സൺ കുട്ടമലയാണ് ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത്. താൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കുട്ടമലയുടെ പ്രദേശത്തും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് ദൈവനാമ മഹത്വത്തിനായിട്ട് അനേക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർദാസനാണ്. പ്രത്യേകിച്ച്
ഒരു വേദ അധ്യാപകൻ എന്ന നിലയിലും അതുപോലെ തന്നെ സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിലും തനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, കൃപാവരങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പ്രകാരം കടന്നു വന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ കർത്താവിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. തനിക്ക് ഈ മെസ്സേജ് കഴിഞ്ഞ് വളരെ വേഗം പോകേണ്ടതായിട്ടുണ്ട്, തൃശ്ശൂർ വരെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം നേരത്തെ തന്നെ നിർത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ കർത്താസിനെ ഞാൻ എല്ലാ സ്നേഹത്തോടെയും ക്ഷണിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ഈ നിലയിലായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം എളിയവനായി എനിക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ദിവസം ദൈവവചന പഠനത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ഇടയാടി തുടർന്ന് വീണ്ടും ഈ നിലയിൽ കർത്താവ് അവസരം നൽകിയതോർത്ത് ഞാൻ സകല മഹത്വവും ദൈവത്തിൻ്റെ പാദാന്തികെ അർപ്പിക്കുകയാണ്. ഈ നിലയിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. നാം ദൈവവചന പഠനത്തിനായിട്ടും ദൈവവചന ചിന്തയ്ക്കായിട്ടും ഒക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് പ്രയോജനകരമാകുന്ന ദൈവവചനം, തേനിലും തേൻകെട്ടയിലും മാധുര്യമേറിയ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുക മാത്രമല്ല, അത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനും അപ്രകാരം ജീവിക്കുവാനും ഇടയായിട്ട് തീരണം. അതിനാണ് നാം ഓരോ ദിവസവും ദൈവവചനം വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നത്. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്ത നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. എൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കായിട്ടൊരു വിഷയം പൊതുവിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പലരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള പ്രാദേശിക ബ്രദറൻ സഭകൾ ചേർന്ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ മെയ് മാസം 1, 2, 3, 4 തീയതികളിൽ ഒരു സുവിശേഷ യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക ആ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സുവിശേഷവൽക്കരണമാണ് അതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് മറ്റ് പ്രസ്ഥാനക്കാർ ദുരുപദേശപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ സത്യപ്രഘോഷണം ഉണ്ടാകണം. മാത്രമല്ല അവിശ്വാസികളായ പ്രിയപ്പെട്ടവർ കുറഞ്ഞ പക്ഷം ഒരു 2000 പേരെങ്കിലും വരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ പിന്നിലുള്ള എല്ലാ ക്രമീകരണങ്ങളും സുതാര്യമായ രീതിയിൽ ദൈവനാമ മഹത്വം എന്നോണം നടക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസന്മാരായ TP കനകരാജ്, ബിജു K ആലടി, സണ്ണി തോമസ്, ചണ്ടപ്പള്ള ഫിലിപ്പ് എന്നിവരാണ് ദൈവവചനം സംസാരിക്കുന്നത്. 3-ാം തീയതി ശനിയാഴ്ച പകൽ സമയത്ത് ട്രിവാൻഡ്രത്തുനിന്ന് സുവിശേഷ ദൗത്യവുമായി നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ പോയിരിക്കുന്ന സുവിശേഷകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു മിഷണറി കോൺഫറൻസും ക്രമീകരിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൻ്റെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതിൻ്റെ ബുക്ക് മാർക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സഭകൾക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടീസ് എത്രയും പെട്ടെന്ന് തന്നെ സഭകൾക്ക് ലഭിക്കുന്നതായിരിക്കും. നാം എല്ലാവരും ആ വിഷയത്തോർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും വാക്യം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചാൽ നന്നായിരിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിൽ ഉള്ള അഹശ്വേരോശിൻ്റെ മകനുമായ ദാരിയവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. മതി. ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒട്ടനേകം സന്ദേശങ്ങൾ, ഒട്ടനേകം ദാനിയേലിൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുനാൾ മുതലേ ദാനിയേൽ ആരാണെന്ന് ചോദിച്ചാൽ പറയത്തക്ക നിലയിൽ നമുക്ക് ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ദാനിയേലിൻ്റെ പ്രാർത്ഥന നാം കുഞ്ഞുനാളിലെ പഠിച്ചിരിക്കുന്നത് ദാനിയേൽ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. കാരണം എന്തായിരുന്നു? ദാനിയേൽ 3 നേരം യെരുശലേം ദേവാലയത്തിന് നേരെ തൻ്റെ കിളിവാതിലുകൾ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു.
എന്നാൽ ദാനിയേലിൻ്റെ പ്രവചനം 9-ാമത്തെ അധ്യായം, ഈ 9-ാമത്തെ അധ്യായത്തെക്കുറിച്ചൊരു വേദപണ്ഡിതാവ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രാർത്ഥനാ അധ്യായങ്ങൾ എടുക്കാൻ ഒന്ന് പറഞ്ഞാൽ ആ 5 അധ്യായങ്ങളിൽ ഒരധ്യായം ദാനിയേൽ പ്രവചനം 9-ാമത്തെ അധ്യായമായിരിക്കുമെന്നാണ്. ബൈബിളിലെ പ്രവചനങ്ങളുടെ 5 പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒരധ്യായം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായമായിരിക്കും. പ്രാർത്ഥനയ്ക്കും അതേസമയം തന്നെ പ്രവചനത്തിനും വളരെ വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരധ്യായമാണ് ദാനിയേൽ പ്രവചൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം. ഈ 9-ാമത്തെ അധ്യായം ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ് നാം പ്രാരംഭത്തിൽ വായിക്കുന്നത്. അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ബൈബിളിലെ മുഴുവൻ പ്രവചനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതനായ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഗ്രഹീതമായ പ്രവചന ഭാഗം നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ രാത്രിയിൽ നമ്മുടെ വിഷയം ബൈബിളിലെ പ്രവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതല്ല. എന്നാൽ പ്രാർത്ഥനാനിരതനായ ദാനിയേലിനെ കുറിച്ചൊന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന നമ്മൾ ഒട്ടനേകം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ദാനിയേൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ആളാണ് എന്നും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ എന്തായിരുന്നു, ദാനിയേൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് ഈ 9-ാമത്തെ അധ്യായത്തിലാണ് വിശദീകരിക്കുന്നത്. ദാനിയേലിൻ്റെ പ്രാർത്ഥന എന്തെന്ന് നമുക്കറിയാം. ദാനിയേൽ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ദാനിയേലിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ദാനിയേലിൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം പറഞ്ഞുകൊണ്ടാണ്. 2-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട ദർശനത്തെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് പോലെ, ഒരു കോൺഫറൻസ് ആയിട്ടിരുന്ന് അവർ ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദാനിയേലിന് ദൈവം അന്ന് രാത്രിയിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ പ്രാർത്ഥനയുടെ പ്രാധാന്യത എന്ത് എന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ദാനിയേൽ എന്നും പ്രാരംഭം മുതലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 9-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ അത്യുച്ചകോടി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയായിരിക്കണം ഈ 9-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മുടെ മുമ്പാകെ നൽകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. 3-ാമത്തെ വാക്യമാണ് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗം വിശദീകരിക്കുന്നത്. അതിൻ്റെ 1, 2ലേക്കും നമ്മൾ പിന്നാലെ മടങ്ങി വരും. 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, വ്യക്തമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചയാളല്ല ദാനിയേൽ. ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഐ സെറ്റ് മൈ ഫേസ് ബിഫോർ ദ ലോർഡ് എന്നാണ്. ഞാൻ എൻ്റെ മുഖം കർത്താവിങ്കിലേക്ക് തിരിച്ചു. എനിക്ക് മുഖം തിരിക്കുവാൻ മറ്റാരുമില്ല, എനിക്ക് മുഖം തിരിക്കുവാനുള്ളത് കർത്താവിങ്കിലേക്കാണ്. മലയാളം ബൈബിളിലേക്ക് വരുമ്പോൾ ആ ഭാഗം ഏറ്റവും അവസാന ഭാഗത്താണ് നമ്മൾ വായിക്കുന്നത്: ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ആസൂത്രണം അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാം ഒട്ടനേകം പ്രാർത്ഥനകൾ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നാം ഒട്ടനേകം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ദൈവത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. യെരുശലേമിൻ്റെ കിളിവാതിലിന് നേരെ തുറന്നിട്ടുകൊണ്ട് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മോടൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം: ഞാൻ മുഖം തിരിക്കുന്നത് യെരുശലേം ദേവാലയത്തിലേക്കാണ് എങ്കിലും ആ ദൈവത്തിങ്കിലേക്കാണ് ഞാൻ തിരിക്കുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുകയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചുള്ള പ്രാർത്ഥനയായിരിക്കണം, കർത്താവിനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥനയുടെ വാക്ചാതുര്യത്തിൽ പ്രസാദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. പ്രാർത്ഥന ഒരു അഭിനയമായി മാറാനായിട്ട്
പാടില്ല. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നാം ചിന്തിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനകളൊന്ന് കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നാൽ, അല്ലെങ്കിൽ പല പ്രാർത്ഥനകളും നാം ദർശിക്കുന്നവരാണല്ലോ, ഈ പ്രാർത്ഥനകളെല്ലാം ഒരു പ്രകടനം മാത്രമായി, ഒരു ഷോ ഓഫ് മാത്രമായി, ആരെയൊക്കെയോ കാണിക്കുവാൻ വേണ്ടി, ആരെയൊക്കെയോ പ്രബോധിപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെയോ ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിട്ട് മാറുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലം അടുത്തിരിക്കുക. അവിടെയാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തി. ദാനിയേൽ ദൈവത്തിങ്കലേക്ക് മുഖം തിരിച്ചു. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, വീട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, കൂടിയിരിക്കുന്ന ആൾക്കാരെന്തോ പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ മുഖം കർത്താവിങ്കിലേക്ക് തിരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അതായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ പദ്ധതി എന്ന് പറയുന്നത്. ദാനിയേൽ പ്ലാൻ ചെയ്തത് അതാണ്, ദാനിയേൽ ആസൂത്രണം ചെയ്തതാണ്. ദൈവത്തിങ്കലേക്ക് മാത്രം എൻ്റെ ദൃഷ്ടിയെ പതിപ്പിക്കുക, ദൈവത്തിങ്കലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തരിക. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥനയിൽ ജൽപ്പനം ചെയ്യരുത്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരണം. നിങ്ങൾ പിന്നെ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന ദൈവേഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കണമെന്നാണ്. ഞാൻ ആ വാചകം, ആ ഭാഗം അങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. എൻ്റെ പ്രാർത്ഥന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു എന്ന ചിന്തയിലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. നമ്മളൊരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ പലതും ആക്ടിംഗ് ആയിട്ടും അഭിനയമായിട്ടും ആരെയൊക്കെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടും തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ദാനിയേലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് ദാനിയേലിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ടായ രണ്ടാമത്തെ പ്രത്യേകത, ദാനിയേലിൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായിരുന്നു, തികച്ചും പ്രൈവറ്റായിരുന്നു. പ്രൈവറ്റിലുള്ള, സ്വകാര്യമായിട്ടുള്ള, പേഴ്സണലായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. വ്യക്തിപരമായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥന. ഇനി ദാനിയേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് തിരിയാനുള്ള കാരണം എന്താണെന്നറിയാമോ? 9-ാമത്തെ അധ്യായം ഒട്ടനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ടാണ് ദാനിയേൽ ഇവിടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്? ദാനിയേൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതിൻ്റെ തീരുമാനമാണ്, അതിൻ്റെ കാരണമാണ് 1-2 വാക്യത്തിൽ വായിക്കുന്നത്. എന്താ ദാനിയേൽ തീരുമാനിച്ചത്? ദാനിയേൽ അങ്ങനെ വായിക്കാനുള്ള കാരണം, യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം ദാനിയേൽ വായിച്ചു. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം ദാനിയേൽ വായിച്ചപ്പോൾ ദാനിയേൽ മനസ്സിലായി, ഞങ്ങളുടെ പ്രവാസം തീരാറായി, കാലഘട്ടം ഏകദേശം അടുത്തു. BC 606 ബാബേലിലേക്ക് കടന്നു വന്നവരാണിവർ. ഇപ്പോൾ BC 537-38 കാലഘട്ടമായിട്ടുണ്ടാകുമെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 69-70 വർഷമായി ബാബേലിൽ ദാനിയേലും കൂട്ടുകാരും എത്തിയിട്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ബാബിലോണിലേക്ക് ഞാൻ പറഞ്ഞു വിട്ട എൻ്റെ ജനതയെ 70 വർഷം കഴിയുമ്പോൾ ഞാൻ തിരികെ കൊണ്ടുവരും. അങ്ങനെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള സമയമെടുത്തു. തിരികെ കൊണ്ടുവരാനുള്ള സമയം അടുത്തപ്പോഴാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. തിരികെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള സമയമെടുത്തു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ദുഃഖത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ആൾക്കാരൊക്കെ, ബന്ധുക്കളൊക്കെ ഗൾഫിലുണ്ടല്ലോ, നമ്മുടെ വേണ്ടപ്പെട്ട ഞങ്ങളൊക്കെ ഗൾഫിലിരുന്ന ആൾക്കാരാണ്. ഗൾഫിൽ നിന്ന് മടങ്ങി വരുമ്പോഴത്തേക്കും പോണ്ടായിരുന്നു നാട്ടിൽ, അങ്ങനെ ചിന്തിച്ചാണോ വരുന്നത്? അതോ ഭയങ്കരമായ സന്തോഷത്തോടു കൂടെയാണ് നാട്ടിലേക്ക് വരുന്നത്? അല്ലേ? ദാനിയേലും കൂട്ടരും ബാബേലിലുള്ള പ്രവാസം കഴിഞ്ഞ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് ദാനിയേലിൻ്റെ പ്രാർത്ഥന സന്തോഷകരമായ പ്രാർത്ഥനയാകേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ദാനിയേൽ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ വേദനയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ദാനിയേൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നമ്മൾ പിന്നാലെ ചിന്തിക്കും. എന്നാൽ എന്തുകൊണ്ട് ദാനിയേൽ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു? അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ കാരണം വിശദീകരിക്കുന്നുണ്ട്. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 9-10 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചന പുസ്തകം 8-ാം അധ്യായം 9-10 വാക്യം. അവയിലൊന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. മതി 23-ഉം 24-ഉം കൂടെ അതേ അധ്യായം തന്നെ. എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാം വണ്ണം നാശം പ്രവർത്തിക്കുകയും
കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. മതി, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഭാഗം സമയം കിട്ടുന്നെങ്കിൽ വായിക്കണം. 8ഉം 9ഉം അധ്യായം ഒരുമിച്ച് വായിക്കണം. 8ാമത്തെ അധ്യായത്തിലെ സംഭവമാണ് യഥാർത്ഥത്തിൽ ദാനിയേലിനെ കൊണ്ട് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വഴി തുറന്നത്. ദാനിയേൽ പ്രവാചകൻ യെരമ്യാ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി 70 വർഷം കഴിയാനായിട്ട് പോകുന്നു, നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോകുന്നു. പക്ഷെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ അനുഭവിക്കുവാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് 8ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു. 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് ദാനിയേൽ കണ്ട ദർശനമാണ്. 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത് ആ ദർശനം ഗബ്രിയേൽ ദൂതൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്താണെന്നുള്ളത്. ഒരു വലിയ അധിപതി എഴുന്നേൽക്കും, ആ അധിപതി നിന്റെ സഹോദരന്മാരെ എല്ലാം നശിപ്പിക്കും, പോരാ ദേവാലയത്തെ സമൂലമായി നശിപ്പിക്കും, ദേവാലയത്തിലുള്ള യാഗങ്ങളെ അവൻ നിർത്തലാക്കും. ഈ വാർത്തയാണ് ദാനിയേലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്, അല്ലെങ്കിൽ കരയിപ്പിച്ചത്. അതായത് ഇവർ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഇവർ മടങ്ങിപ്പോകുന്ന ഇവരെ ഒരു രാജാവ് താമസിക്കാതെ എഴുന്നേൽക്കും. ആ രാജാവ് എഴുന്നേറ്റ് ഇവരെ കൊല്ലുകയും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവാലയത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് ഭയന്നിട്ടാണ് ദാനിയേൽ പ്രാർത്ഥിക്കുവാനിടയായിട്ട് തീർന്നത്. നിങ്ങൾ ബൈബിളിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ BC 174 164 കാലഘട്ടങ്ങളിൽ ഒരു രാജാവ് അവിടെ എഴുന്നേൽക്കുവാനിടയായിട്ട് തീർന്നു. ആൻറ്റിയോക്കസ് എന്ന് പറയുന്നൊരു രാജാവ്. അദ്ദേഹം യഹൂദന്മാരെ, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് പിന്നെ യഹൂദന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിനേക്കാൾ ക്രൂരനായിരുന്ന രാജാവെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വായിക്കുവാനിടയാടുത്തത്. അതിൻ്റെ പേര് ആൻറ്റിക്കോസ് എപ്പിഫാനസ് എന്നാണ്. ഈ എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് യഹൂദന്മാരെ കൊന്നൊടുക്കി, പോരാ ദേവാലയത്തിലെ യാഗപീഠത്തെ നീക്കിയിട്ട് സിയൂസ് ദേവൻ്റെ യാഗം ഈ ഓൾട്ടർ ഈ ദേവാലയത്തിനകത്ത് പിടിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇത് ഭയന്നിട്ടാണ് ദാനിയേൽ കരയുവാനിടയായിട്ട് തീർന്നത്. ദൈവമേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കരുത്, അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ആൾക്കാർക്ക് ഉണ്ടാക്കരുത്, ഞങ്ങളെ ആൾക്കാരെ നശിപ്പിക്കുന്ന, ഞങ്ങളുടെ ദേവാലയത്തെ നശിപ്പിക്കുന്ന ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ 9ാമത്തെ അധ്യായം വായിച്ചാൽ ഏകദേശം 40-ലധികം പ്രാവശ്യം ദാനിയേൽ ദൈവത്തോട് പറയുക, ദൈവമേ ഞങ്ങൾ തെറ്റ് ചെയ്തു, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു, ദൈവമേ എൻ്റെ ജനം, ഞങ്ങൾ എന്ന പദം ഏകദേശം 40-ലധികം പ്രാവശ്യം ഈ മനുഷ്യൻ ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനെന്ന പദം ഈ പിന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള ഒരു പദമാണ് ഞാനെന്ന പദം. 4ാമത്തെ അധ്യായം നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് എന്താ സംഭവിച്ചേ, ഈ ഞാൻ എൻ്റെ പ്രവാദത്താൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം ആ രാജാവിനെ താഴേക്ക് തള്ളിയിട്ടു. അത് അഹങ്കാരത്തിൻ്റെ ഞാനായിരുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഒട്ടനേകം പ്രാവശ്യം ഞാനെന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് അഹങ്കാരത്തിൻ്റെ അല്ല, താഴ്മയുടെ, മാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റസമ്മതത്തിൻ്റെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെ ചഞ്ചല മനസ്സനായി നിന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ പതറി നിൽക്കുന്ന ഒരു ഭക്തൻ ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയായിരുന്നു ഈ പ്രാർത്ഥന. അത് തികച്ചും വ്യക്തിപരമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവവചനത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ പ്രാർത്ഥനയായി ബഹിർഗമിക്കുവാനിടയായിട്ട് തീർന്നു. ഒരു വേദപണ്ഡിതാവ് ഇങ്ങനെ പറയുവാനിടയായിട്ട് തീർന്നു, ദൈവഹിതം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥ ദൈവവചന പഠനവും അതിനോട് ചേർന്നുള്ള പ്രാർത്ഥനയും ദൈവഹിതം മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ്. ദാനിയേൽ ദൈവവചനം വായിച്ചപ്പോൾ ഇങ്ങനെ പോയാൽ ഞങ്ങൾ ആപത്തിലേക്ക് അകപ്പെട്ടു പോകും, ഞങ്ങൾ പ്രശ്നത്തിലേക്ക് അകപ്പെട്ടു പോകും, ഞങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ദാനിയേലിന് ബോധ്യമായി. ആ ബോധ്യമാണ് ദാനിയേലിനെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തത്. പ്രിയമുള്ളവരെ, ദൈവവചനത്താലുള്ള പ്രഘോഷണം നമ്മൾ കേട്ടിട്ട്, എൻ്റെ ജീവിതത്തിലെ കുറവ് മനസ്സിലാക്കിയിട്ട്, ഞങ്ങൾക്ക് ആപത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് മുട്ടുമടക്കിയ എത്ര നാളുകൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. നമ്മളൊരു പക്ഷേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയിട്ടുണ്ടാകാം, സാമ്പത്തിക ക്ലേശങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുമടക്കിയിട്ടുണ്ടാകാം, നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ എന്നുള്ള ആവശ്യവുമായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടാകാം. പക്ഷേ ദാനിയേൽ പറയുന്നതല്ല, ദൈവവചനം സംസാരിച്ചിട്ട്, ഓ കർത്താവേ, ഇതെൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കി ആ കുറവ് പരിഹരിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് എത്ര നാളായി? നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ദാനിയേൽ വ്യക്തിപരമായി ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവവചനത്താൽ ഉടലെടുത്ത ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതിൽ നിന്ന് മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു. മൂന്നാമത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു വേദനയുണ്ടായിരുന്നു. ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ദാനിയേൽ.
ദാനിയേൽ വേദനയോടെ പ്രാർത്ഥിച്ചു. ആ വേദന എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്? 3-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ: അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചു. ദാനിയേലിൻ്റെ പ്രാർത്ഥന വേദനയുടെ പ്രാർത്ഥനയായിരുന്നു. ദാനിയേൽ ചുമ്മാതെ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനല്ല. ദാനിയേലൊക്കെ ഇന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കാമല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചതല്ല. ദാനിയേലിന് ഇതൊരു വേദനയായിട്ട് തീർന്നു. തൻ്റെ സഹോദരങ്ങൾ മരിക്കാൻ പോകുന്നത്, ദേവാലയം നശിപ്പിക്കപ്പെടാൻ പോകുന്നത് ദാനിയേലിനൊരു വേദനയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, ആ വേദനയാണ് പ്രാർത്ഥനയായിട്ട് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ദാനിയേൽ എന്തോ ചെയ്തു? ദാനിയേൽ പറഞ്ഞു, അയ്യോ, ഞാൻ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല. ദാനിയേൽ ഉപവസിച്ചു. ദാനിയേൽ രട്ടെടുത്തു, വെണ്ണീരിലിരുന്നു കൊണ്ട് ദൈവത്തോട് യാചന കഴിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനയോടുകൂടെ പ്രാർത്ഥിച്ച ദിനങ്ങൾ എത്രയാണുള്ളത്? വേദനയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വിഷയങ്ങൾ വേദനയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ വേദനയോടുകൂടെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാർത്ഥനയുടെ വിശദീകരണം താഴോട്ട് നൽകുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിലൊക്കെ ഈ ദാനിയേൽ ദൈവത്തോട് പറയുകയാണ്. ഈ വേദനയുടെ ധ്വനി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് വായിക്കാം. 8-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാമത്തെ വാക്യം. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു. ഒരു മിനിറ്റ്, അവിടെ ദാനിയേൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ആര് പാപം ചെയ്തു? ഞങ്ങൾ പാപം ചെയ്തു. എന്തിനാ ദാനിയേൽ ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ കുറച്ച് താളുകൾ പുറകിലേക്ക് മറിക്കുമ്പോൾ ദാനിയേലിന് കുറ്റം കണ്ടെത്താൻ വേണ്ടി കുറേ നേതാക്കന്മാർ പോയായിരുന്നു, അല്ലേ? ദാനിയേൽ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കുറേ ആൾക്കാർ ദാനിയേലിനെ തേടിപ്പോയി. എന്നിട്ട് എന്തോ പറ്റി? അവർ ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. ആ ഒരു കുറ്റവും കണ്ടെത്താത്ത ദാനിയേൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു. ആ കൂട്ടത്തിൽ ആരും ഉണ്ടപ്പോൾ? മറ്റവർ കുറ്റം കണ്ടെത്തിയില്ല. പക്ഷെ ദാനിയേൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്: ദൈവമേ, എൻ്റെ ജനം പാപം ചെയ്തു എന്നല്ല പറയുന്നത്. ദൈവമേ, അവർ പാപം ചെയ്തു എന്നല്ല പറയുന്നത്. ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു. ഇനി ആ പാപത്തിൻ്റെ തലം ദാനിയേൽ വിശദീകരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു അവർ ചെയ്ത പാപം? വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. അയ്യോ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ചെയ്ത പാപം ഓരോന്നായി ദൈവസന്നിധിയിൽ പറയുകയാണ്. ദാനിയേലിന് വേണമെങ്കിൽ പറയാമായിരുന്നു: കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കമ്പിവാചകത്തിൽ അവരുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞു വിടാമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലേ? കർത്താവേ, ഞാനിന്ന് മോഷ്ടിച്ചു എന്ന് നമ്മൾ പറയും. ഉദാഹരണം പറയുകയാണേ: കർത്താവെ, ഞാനിന്ന് മോഷ്ടിച്ചു. ദാനിയേൽ അങ്ങനെയല്ല. എന്ത് മോഷ്ടിച്ചു? കർത്താവെ, ഞാൻ 10 രൂപ മോഷ്ടിച്ചു. എവിടെ നിന്ന് മോഷ്ടിച്ചു? ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. ഡീറ്റെയിൽ ആയിട്ട് ദൈവത്തോട് പറയുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഭാര്യ എന്നെ പലചരക്ക് കടയിലേക്ക് പറഞ്ഞു വിടാമെന്ന് വിചാരിക്കുക. പലചരക്ക് കടയിൽ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്: സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ പലചരക്ക് കടയിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാ സാധനവും വാങ്ങിക്കൊണ്ട് വരുമോ? ഇല്ല. എൻ്റെ ഭാര്യ ഒരു ലിസ്റ്റ് തന്നിരിക്കും, അല്ലേ? സവോള ഇത്ര കിലോ, കിഴങ്ങ് ഇത്ര കിലോ. ഞാൻ എന്തിനാ ഇങ്ങനെ ലിസ്റ്റ് തരുന്നത്? അപ്പോൾ ആ ലിസ്റ്റിനനുസരിച്ച് എനിക്ക് സാധനം വാങ്ങാം. ഇത്ര എനിക്കറിയാം. പലചരക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് എനിക്കറിയാം. പലചരക്കടയിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വീട്ടിൽ എന്താണ് ആവശ്യം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനാണ് ഈ ലിസ്റ്റ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനറിയാം നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, നമ്മൾ ബലഹീനരാണ്. ഇതൊക്കെ ദൈവത്തിനറിയാം. പക്ഷേ നാം വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട് എങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ദൈവസന്നിധിയിൽ ബോധ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ട് തീരുന്നത്. ചോദ്യം: അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? നമ്മൾ രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കും: ദൈവമേ, ഒരു തെറ്റും ചെയ്യാനായിട്ട് ഇടയായിട്ട് തീരരുത്. അല്ലെങ്കിൽ രാത്രി പ്രാർത്ഥിക്കും: ദൈവമേ, തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം. എന്ത് തെറ്റെന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ഇവിടെയാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ രീതി നമ്മുടെ ജീവിതത്തിന് ആത്മീക ബലം നൽകുന്നത്. ദാനിയേൽ വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക പദ്ധതി, ആസൂത്രണം ഉണ്ടായിരുന്നു. പോരാ, ദാനിയേലിൻ്റെ പ്രാർത്ഥന വേദനപരമായ പ്രാർത്ഥനയായിരുന്നു. ഹൃദയവേദനയോടുകൂടെ ദാനിയേൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഓരോ പാപവും എണ്ണി പറഞ്ഞ് നാം ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണല്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിനാണ്: കർത്താവെ, ഞങ്ങൾ ബലഹീനരായിരുന്നു. എന്താ നീ തെറ്റ് ചെയ്തത്? കർത്താവെ, ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ
തെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ കർത്താവിനോട് പറയുകയാണ്, ആ സാഹചര്യം അവിടെ ആരാണ് ഉണ്ടാക്കി, അവനാണ് തെറ്റുകാരൻ, ഞാനല്ല. ആ സാഹചര്യം അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തത്. സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മളുള്ള എല്ലാ പഴിയും കർത്താവിന് പകർന്നു കൊടുക്കുകയാണ്. കർത്താവെ, അതിൻ്റെ സാരാംശത്തിൽ പറഞ്ഞാൽ നമ്മളല്ല കുറ്റക്കാർ, പിന്നെ ആരാണ്? എല്ലാം ഇവിടെ ദാനിയേൽ പറയുന്നത്, കർത്താവേ, അവിടെ നിന്നല്ല, ഞാൻ തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾ ദൈവവചനത്തിൽ നിന്നും മാറി, ഞങ്ങൾ ദൈവവചനം പറയുന്ന ശരിയായ പാതയിൽ ഞങ്ങൾ നടന്നില്ല, ഞങ്ങൾക്ക് മാറ്റം സംഭവിച്ചു, ഞങ്ങളുടെ ജീവിതത്തിന് വ്യതിയാനം സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. നാലാമത്തെ കാര്യം ദാനിയേൽ എന്താ പറയുന്നതെന്നറിയാമോ? ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദാനിയേലിൻ്റെ പ്രാർത്ഥന വ്യക്തമായ ഒരു അഭ്യർത്ഥനയായിരുന്നു. ദാനിയേൽ ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു പോവുകയല്ലായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ കാരണം, ദാനിയേൽ പ്രാർത്ഥിച്ച് ഫലം നേടണമെന്ന് ആഗ്രഹിച്ച കാരണമാണ് 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ അധ്യായത്തിലെ പ്രാർത്ഥനയെ 3 മിനിറ്റ് പ്രാർത്ഥന എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 3 മിനിറ്റ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ ഈ അധ്യായം ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ 3 മിനിറ്റ് കൊണ്ട് വായിച്ചു തീരും. അപ്പോൾ ഒരു ദേവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതൊരു 3 മിനിറ്റ് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ സുദീർഘമായൊരു പ്രാർത്ഥനയല്ല, 1.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല. തൻ്റെ കാര്യം വളരെ വളരെ ഷോർട്ടായിട്ട് വിശദീകരിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തമായി വളരെ പദ്ധതിയോടുകൂടെ ദൈവത്തോട് അവതരിപ്പിക്കണമെന്ന ആശയത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ വ്യക്തിപരമായി ആ അഭ്യർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. ഈ അഭ്യർത്ഥന എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായും വ്യക്തമായും ദൈവത്തോട് അറിയിക്കുന്നതാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നത് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുള്ളൂ. ഉദാഹരണം, എനിക്കൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചോ, എനിക്കൊരു വീട് വെക്കണം, സാമ്പത്തികം വേണം, ആ സാമ്പത്തികം വേണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എത്ര പ്രാവശ്യം പറയും? എൻ്റെ ആവശ്യം സാമ്പത്തികമാണ്, വീട് എനിക്ക് വേണം. അതിന് മുട്ടുകുത്തി പ്രാർത്ഥന അവസാനിക്കുന്നവരെയും പല രീതിയിൽ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഞാനിത് പറയും. നോ 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 നോ. ദാനിയേൽ പറയുകയാണ്, വ്യക്തമായ അഭ്യർത്ഥനയാണ്. ഒറ്റ പ്രാവശ്യം, കട്ട് ആൻഡ് ഷോർട്ടായിട്ട് ഒറ്റ പ്രാവശ്യം, ദൈവമേ, ഇതാണ് ഞങ്ങളുടെ ആവശ്യം, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു, ഇന്ന മേഖലകളിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദാനിയേൽ വ്യക്തമായി അഭ്യർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോയാൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 3 മിനിറ്റേ ഉള്ളൂ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടും ലോകത്തുള്ള സകല മാനവജാതിക്ക് വേണ്ടിയിട്ടും പിന്നീട് രക്ഷിക്കപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. വെറും 3 മിനിറ്റ്. ഈ 3 മിനിറ്റ് കൊണ്ട് ഉലകത്തെ സൃഷ്ടിച്ച പ്രപഞ്ച നായകൻ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, അതുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂറും പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ മുമ്പ് ആകെ ഒരു ജൽപ്പനമായി തീരുവാനിടയാടെ തീരാതെ നേരായ പാതയിലൂടെ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന നിലയിൽ ഒരു അഭ്യർത്ഥനയായിട്ട് കർത്താവിനോട് അറിയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വ്യക്തമായ ഒരു അഭ്യർത്ഥനയായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്തു? ദൈവം ഇതെല്ലാം മനസ്സിലാക്കി. ദാനിയേലിൻ്റെ പ്രാർത്ഥന പേഴ്സണലാണെന്ന് മനസ്സിലാക്കി. വളരെ പദ്ധതിയോടുകൂടെയാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കി. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ വേദനാപരമായ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വാചകങ്ങളാണെന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദാനിയേലിൻ്റെ അഭ്യർത്ഥന കേട്ടിട്ട് ഓക്കെ, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ട് ദാനിയേലിന് ഉത്തരം കൊടുക്കാം എന്നാണോ? 9-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 21-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ആ മേശപ്പുറത്തുനിന്ന്, ആ കട്ടിൻ്റെ പുറത്തുനിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ദൈവം പറയുകയാണ്, ഞാൻ പ്രാർത്ഥന കഴിച്ച് എണീക്കുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ ഇടുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്: അവൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ അപേക്ഷിച്ചാൽ, അവൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥന മുഴുപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ പലപ്പോഴും നിർഭാഗ്യവശാൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാരം, എനിക്കും നമുക്ക് ഓരോരുത്തർക്കും. പക്ഷേ ദാനിയേൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വ്യക്തമായ അഭ്യർത്ഥന വ്യക്തമായ രീതിയിൽ ദാനിയേൽ അവതരിപ്പിക്കുവാൻ ഇടയാടുത്തുന്നു. ഒരു കാര്യം കൂടെ
ഞാൻ അല്പ ദ്രുതഗതിയിലാണ് പോകുന്നത്, അതെനിക്കറിയാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എനിക്ക് 9:40 ട്രെയിനാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 19-ാമത്തെ വാക്യം. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഓ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ദാനിയേൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ആരോടെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദാനിയേൽ എഴുന്നേറ്റ് പോവുകയല്ലായിരുന്നു. ദാനിയേൽ പറയുക, കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിച്ചതൊക്കെ നിന്റെ നാമം വിളിച്ചാണ്. ആരാണ് നീ? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നാമത്തെ വിളിച്ച് ഞാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് അവിടുത്തെ സന്നിധിയിലെത്തുവാൻ ഇടയായിട്ട് തോന്നുന്നു. സർ ഐസക് ന്യൂട്ടൻ ഒരിക്കലും ഇങ്ങനെ പറയുവാൻ ഇടയായിട്ട് തോന്നുന്നു, എൻ്റെ ടെലിസ്കോപ്പിലൂടെ എനിക്ക് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തെ എനിക്ക് കാണാനായിട്ട് സാധിക്കും. അതെനിക്ക് ഭയങ്കര ആവേശം നൽകുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ വാചകങ്ങൾ എൻ്റെ ടെലിസ്കോപ്പ് നൽകുന്ന വിഷ്വലിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഈ ആകാശ മേഘങ്ങളെയെല്ലാം താണ്ടി ദൈവസന്നിധിയിലേക്ക് ഒറ്റ സെക്കൻഡിൽ എത്തിച്ചേരുന്നു എന്നാണ് ഐസക് ന്യൂട്ടൻ പറയുവാനിടയായിട്ട് തന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു പക്ഷേ കാലം അടുത്ത് കാണത്തില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ആകാശ മേഘങ്ങളെയെല്ലാം കീറിമുറിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. കാരണം നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്, കർത്താവിൻ്റെ നാമത്തിലാണ്. ഇവിടെ ദാനിയേൽ ദൈവത്തോട് പറയുക, ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചത് നിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഞങ്ങളെ ഒന്ന് ഓർക്കണം, ഞങ്ങളോട് മനസ്സലിയണം. ഈ ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥന കേട്ട് അവരുടെ നിലവിളിക്ക് ഉത്തരം കൊടുത്തു എന്ന് പറഞ്ഞ് ഉദാഹരണമൊക്കെ ദാനിയേൽ ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ 9-ാമത്തെ അധ്യായം വായിച്ചാൽ മതി, മനസ്സിലാകും. അവിടെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇവരുടെ നിലവിളി കേട്ട് യഹോവ കടാക്ഷിച്ചു, യഹോവ അവരെക്കുറിച്ച് ഓർത്തു, ദൈവം അവരെ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഓ, ദാനിയേൽ ഭക്തിയോടെ ഭയത്തോടെ ദാനിയേലിൻ്റെ പൊങ്ങച്ചൊന്നും ദൈവസന്നിധിയിൽ അവതരിപ്പിക്കാതെ വളരെ വളരെ ശുദ്ധമനസ്സാക്ഷിയിൽ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ തന്നെ ദൈവം ദാനിയേലിന് ഉത്തരം കൊടുത്തു. അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് മറ്റൊന്ന് ചിന്തിക്കുവാനുണ്ടായിരുന്നില്ല. ദാനിയേലിന് അപ്പോൾ തന്നെ ദാനിയേലിനെ കുറിച്ചും ദാനിയേലിൻ്റെ കൂട്ടരെയും കുറിച്ച് ദൈവം ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നമ്മോട് ദാനിയേൽ മൗനമായിട്ട് ഇന്ന് രാത്രിയിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ കുടുംബ പ്രാർത്ഥന നമുക്കുണ്ടാകാം, പേഴ്സണൽ പ്രയർ നമുക്കുണ്ടാകാം, ഇതെല്ലാം നമുക്കുണ്ടാകാം. ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു റൊട്ടീൻ പോലെ നമ്മൾ ചെയ്യുന്നു. ഉപവാസത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫാസ്റ്റിംഗ് ഈസ് നോട്ട് എ സർവീസ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു സർവീസ് അല്ല ഫാസ്റ്റ്. നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം എടുത്തില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുത്തില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഒരു സർവീസ് അല്ല. എൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, വേദനയിൽ നിന്ന് എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ വേദനയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഉപവാസം എന്നാണ് ആ ദൈവദാസൻ എഴുതിയിരിക്കുന്നത്. ദാനിയേൽ അതായിരുന്നു ചെയ്തത്. ദാനിയേലിൻ്റെ ആവശ്യം ഹൃദയഭേദകമായിരുന്നു. ദാനിയേലിൻ്റെ ആവശ്യം ദാനിയേലിന് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. ദാനിയേലിൻ്റെ ആവശ്യം ദൈവം നിന്നാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ ആയിരുന്നു. അതുകൊണ്ട് ദൈവത്തെ നോക്കി നമ്മൾ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കകത്തിട്ട് ചിന്തിക്കേണ്ടത്, ദൈവത്തെ നോക്കി നമ്മുടെ പ്രാർത്ഥനകൾ തീരുക എന്നുള്ളത്. അതെൻ്റെ കുടുംബ പ്രാർത്ഥനയാകാം, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാകാം, എൻ്റെ പരസ്യ പ്രാർത്ഥനയാകാം. ഈ പ്രാർത്ഥനയ്ക്കെല്ലാം നമ്മുടെ ആധാരം ദൈവത്തെ നോക്കിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഞാനിത് രാവിലെ സഭയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആരാധന, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്തോത്രങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവം സ്വീകരിക്കുവാനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ട് എത്ര നാളായി. ഇതെല്ലാം ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. പ്രാർത്ഥനയും 2 പാട്ട് സ്തോത്രം ഇതെല്ലാം നടക്കുന്നു. പക്ഷേ ദൈവത്തോടാണ് നാം ചെയ്യുന്നു എന്നുള്ള, ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നു എന്നുള്ള ചിന്തയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകും. ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. ദാനിയേലിൻ്റെ പ്രാർത്ഥന വ്യക്തമായ ഒരു പദ്ധതി
ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥന തികച്ചും വ്യക്തിപരമായിരുന്നു, സ്വകാര്യമായിരുന്നു. അത് വ്യക്തിപരമായി ഞങ്ങൾ, എൻ്റെ എന്നത്തെ ആദ്യ പദത്തിലൂടെ ദാനിയേൽ അത് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായൊരു വേദന ഉണ്ടായിരുന്നു, ഒരു ഭാരമുണ്ടായിരുന്നു. ഒരു ദാനിയേലിൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥന. ചുമ്മാതെ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. പോരാ, ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പലയിടത്തായിട്ട് വായിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദാനിയേലിൻ്റെ പ്രാർത്ഥന നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് ദാനിയേലിനെ ദൈവം സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചു, എന്തുകൊണ്ട് ദാനിയേലിനെ നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള കൃപ കൊടുത്തു. നിങ്ങൾക്കത് മനസ്സിലാകും. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ഇങ്ങനെ പറയട്ടെ, മാനുഷികമായി പോകും ഒരു പക്ഷേ, ദൈവത്തിനൊന്നും ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ വേറൊരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവത്തെ ഈ ദാനിയേൽ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുഖം തിരിക്കുന്നത് ദൈവത്തിൻ്റെ നേരെയാണ്, ഞാൻ മുഖം തിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. ആരിവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രസക്തി, ആരെൻ്റെ പ്രാർത്ഥന വാചകങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രസക്തി, ആരൊക്കെ എൻ്റെ പ്രാർത്ഥന വാചകത്തിന് വിലയിരുത്തും എന്നുള്ളതല്ല എൻ്റെ പ്രസക്തി. എൻ്റെ ചിന്ത ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥന കഴിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദാനിയേലിൻ്റെ ജീവിതം അതിനൊരു വെല്ലുവിളിയായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ നാം ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ അതാണ് ഇന്ന് ഈ 9-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദാനിയേൽ വളരെ ഹൃദയവേദനയോടെ താൻ പ്രാർത്ഥിച്ചു. തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായിട്ട്, ആ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് അവരെ മടക്കി അയക്കേണ്ടതിനായിട്ട് വ്യക്തമായ ഒരു പദ്ധതിയോടുകൂടെ ദാനിയേൽ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് ആ ജനത്തിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദാനിയേൽ അതൊരു സ്വാർത്ഥമായ പ്രാർത്ഥനയല്ലായിരുന്നു. എല്ലാ ജനത്തിനും വേണ്ടിയുള്ള ഇടിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, അതിൽ വ്യക്തമായ ഒരു അഭ്യർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ അതേസമയം അത് ഒരു ജൽപ്പനമല്ലായിരുന്നു, അത് വളരെ ഹ്രസ്വമായ ഒരു പ്രാർത്ഥന. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വളരെ ഹ്രസ്വമായ പ്രാർത്ഥന. ഒരു ജൽപ്പനമായിട്ട് തീർന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ, ദൈവം ഇത് കേൾക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ തൻ്റെ പാപങ്ങൾ, തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളൊക്കെ അക്കമിട്ട് നിരത്തി ദൈവസന്നിധിയിൽ ആ നിരപ്പ് പ്രാപിച്ചുകൊണ്ടുള്ള അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നാം 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ എന്നോട് അടുത്തു വന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടു. അതിനെ ഉത്തരം നൽകുവാനായിട്ട് ഗബ്രിയേൽ ദൂതനെ ദൈവം അയച്ചതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ അതൊരു വെല്ലുവിളിയും കൂടെയാണ്. ഇത്തരത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കാറുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിൽ അതൊരു ആചാരം ആയി മാറിയിരിക്കുകയാണ്? അതാണോ നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം അതാണ്. ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരുന്ന ആളുകളിൽ ഈ നിലയിൽ എഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ നിലയിൽ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കേണ്ട. അനുഗ്രഹീതമായ ദൈവവചനം നമ്മോട് കേൾപ്പിച്ച പ്രിയ കർത്താസൻ ഗോഡ്സൺ അവർക്കുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. വരുന്ന ആളുകളും ദൈവം കർത്താസിനെ ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. വരുന്ന ആളുകൾ കടന്നു വന്ന് സഹകരിക്കുകയും ഈ ശുശ്രൂഷയോത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയും വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താസൻ വർഗീസ് ജോൺ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ്
മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. അതിനായിട്ട് പ്രിയ കർത്താസിനെ ഞാൻ ക്ഷണിക്കും. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ ധന്യമായ നാമത്തിൽ ഈ സന്ധ്യാസമയത്തും ഞങ്ങൾക്ക് ഇപ്രകാരം ഇവിടെ കൂടി വരുവാനുള്ള സാഹചര്യം ഒരുക്കിയതിനാൽ സ്തോത്രം. TBFൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിൽ ഇന്നും ഞങ്ങളെ ഇത്രയും പേരെ കൂട്ടിവരുത്തിനാൽ സ്തോത്രം. കർത്താവെ, അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് സഹോദരന്മാർക്കും ഒക്കെ അവസരം കൊടുത്തു. അതിൽ കൂടെയും അങ്ങയുടെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. കർത്താവെ, ആ നിലയിൽ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ കൃപാവരം വരുന്ന ആളുകൾ ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ, ഞങ്ങളുടെ വചനത്തിന് മുമ്പായി ഇരുപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ദാസൻ ഗോഡ്സന് വചനം കൊടുത്തതിനാൽ സ്തോത്രം. കർത്താവെ, ഈ നാളുകളിൽ അനേക സ്ഥലങ്ങളിൽ വചനം ശുശ്രൂഷിപ്പാൻ, പ്രത്യേകിച്ചും പരസ്യ സ്ഥലത്തൊക്കെ സുവിശേഷം പ്രസംഗിക്കുവാനൊക്കെ ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദാനിയേലിൻ്റെ പ്രാർത്ഥന, ഞങ്ങൾ പലപ്പോഴും ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ദാനിയേലിൻ്റെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. അനേകം ആത്മീക സത്യങ്ങൾ അത് ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയേക്കാൾ സ്തോത്രം. ദാനിയേൽ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് വ്യക്തമായി ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങളും ആ ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതെന്നാൽ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിപ്പാൻ ഈ നാളുകൾ ഞങ്ങളെ അധികം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ചടങ്ങായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഞങ്ങൾ അവസാനിപ്പിക്കുന്നവരാണ്. അങ്ങനെ സംഭവിക്കാതെ കർത്താവെ, ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഞങ്ങളുടെ അഭയയാചനകൾ അർപ്പിക്കുന്നത് എന്ന ബോധ്യത്തിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണം. തൻ്റെ വ്യക്തിപരമായൊരു പ്രാർത്ഥനയുടെ വാചകങ്ങളാണ് 9-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിച്ച് കേട്ടത്. പരസ്യസ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായ പ്രാർത്ഥന അങ്ങ് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അങ്ങും അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ഈ നാളുകൾ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തമായൊരു പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ദൈവവചനത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ ആ പ്രവാസകാലം അവസാനിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കിയാണ് താൻ ആ വിഷയം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ പിന്നിൽ കർത്താവെ, താൻ വളരെ വേദനപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലിൻ്റെ പാപം സ്വന്തം പാപം പോലെ ഏറ്റെടുത്ത് താൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, വ്യക്തമായ ഒരു അപേക്ഷയും വ്യക്തമായ ലക്ഷ്യവും ഒക്കെ തൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വിശദമായി കേട്ടു. അതുകൊണ്ട് താൻ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ദൈവം ഗബ്രിയേൽ ദൂതൻ വഴി മറുപടി കൊടുത്തയച്ചതായിട്ട് ഞങ്ങൾ വായിക്കുന്നു. എത്രയോ അനുഗ്രഹീതമായ മാതൃകാപരമായൊരു പ്രാർത്ഥന. കർത്താവെ, ഇതിൻ്റെ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അലകം പിടിയും മാറ്റുവാൻ, അതിലൊരു നവീകരണം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. വചനം സംസാരിച്ച ദാസനോട് കൂടെ ഇരുന്നാട്ട് കർത്താവ് രാത്രി താൻ തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുന്നു. വേണ്ട എല്ലാ യാത്രാക്ഷേമം കൊടുത്താട്ട് അങ്ങനെ ദാസൻ ടിജുമോൻ ചാക്കോയും കൊണ്ടുവന്നു. താനും ഇന്ന് രാത്രിയിൽ മടങ്ങി നിലമ്പൂരേക്ക് പോവുകയാണ്. തനിക്കും വേണ്ട യാത്രാക്ഷേമം നൽകണം. കർത്താവെ, തിരുസന്നിധിയിൽ തലവണക്കിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി തൃക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഫലമേൽപ്പിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അതെല്ലാം അങ്ങ് അറിയുന്നതിനാൽ സ്തോത്രം. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തിരുന്നുള്ള വാഗ്ദാനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. വിശേഷാൽ TBF മിനിസ്ട്രിയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാട്ട്. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും അങ്ങനെ വചനം സംസാരിച്ച ഞങ്ങളുടെ ദാസനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.